പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ തിരുവചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹനീയമായ നാമത്തിൽ വന്ദനം. ജീവിതം ഒരു ലക്ഷ്യമുള്ളതാണ്. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് ക്രിസ്തീയ ജീവിതം. തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ധന്യനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ക്രിസ്തീയ ജീവിതത്തിന് രണ്ട് ലക്ഷ്യങ്ങളില്ല, ഏകഭാവം, ഏകലക്ഷ്യം. ഇങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസിൻ്റെ മേൽപ്പറഞ്ഞ ജീവതത്വശാസ്ത്രം എക്കാലവുമുള്ള ദൈവമക്കളുടെ ജീവതത്വശാസ്ത്രമായി തീരുമ്പോഴാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യപാന്താവിൽ ഒരു ദൈവവൈതൽ എത്തിച്ചേരുന്നത്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പട്ടാപ്പകൽ പകലോൻ്റെ പ്രകാശധാരയെ മറികടന്ന് ആ സ്വർഗീയ പ്രകാശത്തിന് മുൻപാകെ സ്വയം കാഴ്ച നഷ്ടപ്പെട്ട ശൗൽ ദൈവപുത്രനെയും അവൻ്റെ ആന്തരിക സൗന്ദര്യത്തെയും ആ കണ്ണുകൾ കൊണ്ട് ദർശിച്ചു. ജാതികളുടെ അപ്പോസ്തലത്വത്തിൻ്റെ ആത്മീക മുഖം ഏറ്റുവാങ്ങിയ പൗലോസ് അവിടം കൊണ്ട് തൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയായിരുന്നു. ഏതാണ്ട് 32 വർഷക്കാലം മാത്രം ഒതുങ്ങി നിന്ന സംഭവ ബഹുലമായ ജീവിത പാന്താവിലൂടെ പുരോഗമിച്ച പൗലോസ് ജീവിക്കുന്ന ക്രിസ്തുവിനായി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെ ക്രിസ്തുവെന്ന് ഏറ്റുപറഞ്ഞ് ജീവിച്ച പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യമായി പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടി വരം നൽകിയിരിക്കുന്നു. താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയുടെ ഒരു വലിയ പട്ടിക ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ നമ്മുടെ മുൻപാകെ നിരത്തുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്ന ഏതൊരു ഭക്തനെയും ലോകം അതിൻ്റെ അളവുകോൽ കൊണ്ട് അളന്നിട്ട് ഇപ്രകാരം പറയും: പരാജയത്തിൻ്റെ ജീവിതം. അപ്പോസ്തലനായ പൗലോസിനെ പറ്റിയും അങ്ങനെ ലോകം പറഞ്ഞെങ്കിൽ അതിന് കാരണമുണ്ട്. ലോകത്തിലെ ഏറ്റവും ധനാഢ്യനായിരുന്ന, ചരിത്രപ്രകാരം ഒരു വലിയ കപ്പൽ വ്യാപാരിയുടെ ഏകമകൻ, ന്യായപ്രമാണ പണ്ഡിതനായിരുന്ന ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം സസൂക്ഷ്മം പഠനം നടത്തിയവൻ, ലോകപ്രകാരം എല്ലാ നിലയിലും ഏറ്റവും ഉന്നതമായ ഒരു ജീവിതം കെട്ടിപ്പൊക്കുവാൻ അവകാശമുണ്ടായിരുന്ന പൗലോസ് താൻ ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു: യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു, എനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണിയിരിക്കുന്നു. പ്രിയരെ, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എനിക്കും നിങ്ങൾക്കും ക്രിസ്തു തന്നെ എന്ന് ഏറ്റുപറഞ്ഞ് നാം മുൻപോട്ട് പോയാൽ നമ്മെക്കുറിച്ച് ലോകത്തിന് പറയുവാനുള്ളത് പരാജയപ്പെട്ട മനുഷ്യൻ. എന്നാൽ ക്രിസ്തുവിനെ നേടേണ്ടതിനു വേണ്ടി സ്വയം പരാജയമാക്കിയ ആ ജീവിതം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്തുവിനെ നേടുവാനുള്ള ആശയിൽ സ്വന്തം ആശകളും ആഗ്രഹങ്ങളും ബലിയർപ്പിച്ച പൗലോസിനെ ലോകം അതിൻ്റെ അളവുകോൽ കൊണ്ട് അളന്നപ്പോൾ കഷ്ടതയുടെ ജീവിതം, പരാജയത്തിൻ്റെ ജീവിതം, നിരാശയുടെ ജീവിതം എന്നിങ്ങനെ വിധി എഴുതിയെങ്കിൽ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ തന്നെക്കുറിച്ച് പറയുന്ന പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുക: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവാണെങ്കിൽ ലോകം നമ്മെ പരിഹസിച്ച് മാറ്റി നിർത്തിയാലും നിരാശപ്പെടേണ്ട, നമുക്കൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹയോട് ചേർന്ന് നമുക്ക് പറയാം: ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികയ്ക്കും, വിശ്വാസം കാക്കും. പ്രിയരെ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ധീരതയോടെ നിൽപ്പാൻ നമ്മളെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ജീവിത ലക്ഷ്യം ജീവിക്കുന്ന ക്രിസ്തു തന്നെ ആയിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.